ഹായ് സുഹൃത്തുക്കളെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് നീലഗിരി ഭാഗത്താണ്. നീലഗിരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തമിഴ്നാട്ടിലെ ദേവാലയക്കടുത്താണ്. ഒരു അധികം പ്ലാനൊന്നും ചെയ്തിട്ടുള്ളൊരു കാര്യമല്ല ഈ ഒരു യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ ഈ യാത്രയിൽ നമ്മളെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വ്ളോഗ് എടുക്കാനോ അങ്ങനെ ആയിട്ടുള്ളൊരു പ്ലാനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഈ ഒരു യാത്ര നിങ്ങളിൽ കാണിക്കുക എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തിരിക്കുന്നത്. മേപ്പാടി ടു ദേവാലയം എന്നൊക്കെ പറയുമ്പോൾ ഒരു അടിപൊളി റൂട്ടാട്ടോ. കാരണം കണ്ടില്ല, ഈ ഒരു വിഷ്വൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നല്ല റൂട്ടാണ്. പിന്നെ ഇതിൽ പോകാൻ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം വാഹനപ്പെരിപ്പോൾ ട്രാഫിക് ജാമുകളോ അങ്ങനത്തെ ഒന്നും അധികം ഉണ്ടാകില്ല. ഒരു ചെറിയ റൂട്ടാണ്. പിന്നെ പ്രകൃതി കണ്ട് വന്യമൃഗങ്ങളെ കണ്ടുപോകാം. പക്ഷേ നമുക്ക് പ്രത്യക്ഷത്തിലൊന്നും കാണാൻ പറ്റിയിട്ടില്ല. പക്ഷേ ആനകളും മറ്റുള്ള വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന ഒരു ഏരിയ തന്നെയാണ് ഈ നാടുകാണി ഭാഗത്തൊക്കെ ആയിട്ടുള്ള. അപ്പോൾ എന്തായാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആട്ടോ. കാരണം നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ റൂട്ടിലൂടെ യാത്ര ചെയ്യണം. ഒന്നുമില്ല, വെറുതെയെങ്കിലും നിങ്ങളൊരു സ്ഥലം കാണാൻ വേണ്ടിയിട്ടോ അങ്ങനെ അല്ലാണ്ട് നിങ്ങൾ വെറുതെ ഒരു യാത്ര ചെയ്യുക. നല്ല മനോഹരമായിട്ടുള്ളൊരു യാത്രയായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു റൂട്ടിലൂടെ കിട്ടാൻ പോകുന്നത്. അത് ഈ റൂട്ടിൽ നമുക്ക് പ്രത്യേകിച്ച് കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ കൊച്ചു പട്ടണങ്ങളാട്ടോ. പട്ടണം എന്ന് പറയാൻ പറ്റില്ല, ചെറിയ ചെറിയ ടൗണുകൾ. കാരണം കുറഞ്ഞ ആളുകൾ താമസിക്കുന്ന ഒരു കാടുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നീലഗിരി പറയുമ്പോൾ ക്യൂൻ ഓഫ് ഹിൽസ് എന്നൊക്കെയുള്ള പറയുക. നമ്മളെവിടെ നോക്കിയാലും ഈ കുന്നുകൾ, മലനിരകൾ അങ്ങനെയൊക്കെ കാണാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ടാണത്. കാരണം നമ്മൾ വയനാടിനെ പോലെ തന്നെ നമുക്ക് ഒരു പ്രതീതി ജനിപ്പിക്കുന്ന ഒരു റൂട്ട് തന്നെയാണത്. എനിക്ക് തോന്നുന്നത് വയനാടിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ആ ഭാഗത്തായിട്ട് ഊട്ടിയിലോട്ട് അങ്ങോട്ട് പോകുമ്പോൾ, ഊട്ടി ഭാഗമൊക്കെ നീലഗിരി ഭാഗത്താണ് വരുന്നത്. അപ്പം വയനാട്ടിൻ്റെ, അതായത് സമുദ്രനിരപ്പിൽ നിന്നും വയനാട്ടിനെക്കാട്ടും കുറച്ചും കൂടി ഉയരത്തിലാണ് നിൽക്കുന്നത്. ഏകദേശം ഊട്ടി കിടക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് 2000 അടിയോളമാണ്. അപ്പം നമുക്ക് ആ പോകുമ്പോൾ തന്നെ ഏകദേശം ആ ഫീല് മനസ്സിലാവും. കാരണം ചില അങ്ങിങ്ങായിട്ട് കോടമഞ്ഞ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നല്ല മഴ കിട്ടുന്നൊരു ഏരിയയാണ് നമ്മൾ വയനാട്. ശരിക്കും ഒരു എക്സാക്റ്റ് വയനാട് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം ഈ നീലഗിരി ഭാഗം, ഈ ഒരു ഭാഗം കേട്ടോ. അത് തമിഴ്നാട്ടിലാണുള്ളതെങ്കിൽ നമ്മൾ തമിഴ്നാടും വയനാടുമായിട്ട് ബോർഡറൊക്കെ പങ്കുവെക്കുന്ന ഒരു ഏരിയകളിലൊന്നാണിത്. കാരണം പല പോക്കറ്റ് റോഡുകളും പോകുന്നത് നമ്മുടെ കേരളം ഭാഗത്തേക്കായിരിക്കും. ഈ ഒരു വിഷ്വലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന റൂട്ടാട്ടോ. നമുക്ക് ഫ്രീ ആയിട്ട് ഇങ്ങനെ ഒരു പാട്ടും കേട്ടിട്ടൊക്കെ അടിച്ചുപൊളിയായിട്ട് പോകാൻ പറ്റുന്നൊരു റൂട്ടാണിത്. കണ്ടല്ലോ, ഹിൽസൊക്കെ കാണുന്നുണ്ടല്ലേ. ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ കുറേ ഹിൽസിലൊക്കെ നമുക്ക് കയറാൻ പറ്റും. ഇവിടെ ഒന്നും അങ്ങനെ കയറാൻ പറ്റില്ല. കാരണം ഇവിടെ ഫോറസ്റ്റ് റെസ്ട്രിക്റ്റഡ് ഏരിയ ആണിത്. നമുക്ക് ഈ ഒരു യാത്ര എക്സ്പീരിയൻസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ചില ഏരിയകളുണ്ട്. പന്തലൂർ ഭാഗത്ത് ഒരു കുരിശുമല ഉണ്ട്, അവിടെ കയറാൻ പറ്റും. അതേപോലെ തന്നെ അയ്യങ്കൊല്ലി ഭാഗത്തേക്കുള്ള ഒരു സ്വാമിയാർമല എന്ന് പറയുന്നുണ്ട്, അവിടെ ഒരു അമ്പലമുണ്ട്. അപ്പോൾ അവിടത്തേക്കൊക്കെ ആ ഒരു ഹില്ല് ട്രക്കിംഗ് ഒക്കെ നടക്കട്ടെ. കാരണം ആ ഒരു ഉത്സവ പ്രധാന ദിവസങ്ങളിലൊക്കെ, അല്ലാത്ത സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെ കാഴ്ചകൾ കണ്ടുപോകാം. അതിന് പറ്റിയൊരു സ്പോട്ടാണത്. നമുക്ക് വെറുതെയെങ്കിലും പോകാൻ പറ്റിയൊരു സ്പോട്ടാട്ടോ അത്. കാരണം ഈ വിഷ്വൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. കാരണം താഴോട്ടൊക്കെ നല്ല കോടമഞ്ഞാണ്. ഒരു സമയത്ത് ഇവിടെയൊക്കെ വരും, പക്ഷെ നമ്മൾ പോകുമ്പോൾ ഭാഗ്യത്തിന് ആ ഒരു ഇതുണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും അങ്ങിങ്ങായിട്ട് കോടമഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ റോഡും നല്ല റോഡാണ്. ചെറിയ കുറച്ച് ഏരിയകളിൽ മാത്രം ചില കട്ടറും കാര്യങ്ങളും ഉള്ളതൊഴിച്ചാൽ അടിപൊളി റോഡ് തന്നെയാണത്. അതിൽ നമുക്കൊന്നും പറയാനില്ല. തമിഴ്നാട് ഭാഗത്തു നിന്നുള്ളൊക്കെ ഏകദേശം ദേവാലയം കഴിഞ്ഞപ്പം പന്തലൂർക്ക് പോകുന്ന റൂട്ടിലുള്ളത്. അപ്പോൾ ഏകദേശം ഇനി കുറച്ച് ദൂരമുള്ളൂ ഇവിടുന്ന് പന്തലൂർക്ക്. കാരണം പോകുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടിങ്ങനെ പോകാം. ഒരു നല്ല ഒരു വ്യൂ ആട്ടോ അത്. ശരിക്കും ഈ ഒരു ഭാഗം മാത്രം. അങ്ങനെ പന്തലൂരെത്തി. പന്തലൂരത്തെ സ്കൂളൊക്കെ കാണുമ്പോൾ തന്നെ ഒരു പഴയ ബിൽഡിങ് കേട്ടോ. എനിക്ക് തോന്നുന്നു അവിടെ ഇപ്പം പ്രവൃത്തി ഇല്ലാന്ന് തോന്നുന്നു. കാരണം ബിൽഡിങ് അങ്ങ് ഒരു നശിച്ചു കിടക്കുന്ന പോലെ തോന്നുന്നു. കണ്ടില്ല, ഈ ഒരു ബിൽഡിങ് കേട്ടോ, അത് സ്കൂളിൻ്റെ ബിൽഡിങ്ങാണത്. അവിടെ ആരും ഇല്ല. കാരണം അപ്പം അങ്ങനെ ഏകദേശം പന്തലൂർ ടൗൺ എത്തി. ഒരു ചെറിയ ടൗൺ ആട്ടോ, അധികം ഒന്നും ഇല്ലാത്തൊരു ടൗണാണ്. ഇവിടെയൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു 7 മണി 7:30 ആകുമ്പോഴത്തേനും ആനകളുടെ ഒരു ശല്യമുള്ള ഏരിയയാണിത്. ചെറിയൊരു ടൗൺ തന്നെയാണ് പന്തലൂർ. വലിയ ടൗൺ എന്നൊന്നും പറയാൻ പറ്റില്ല. കുറഞ്ഞ ആളുകൾ താമസിക്കുന്ന ഒരു ഏരിയയാണ്. അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാട്ടത്, സെൻറ്റ് ഫ്രാൻസിസ് ചർച്ചാണിത്. അടിപൊളി. ഇതെനിക്ക് തോന്നുന്നു നവീകരിച്ചൊരു ഇതാണ് കേട്ടോ അത്, എൻ്റെ ഫ്രണ്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ ഏകദേശം പന്തലൂർ കഴിഞ്ഞിട്ട് നമ്മൾ മാങ്കോറഞ്ച് എന്നുള്ളൊരു പ്ലേസിൻ്റെ നെയിം ആട്ടോ. മാങ്കോറഞ്ച് എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു സ്റ്റോപ്പിനെ പറയുക. ആ ഭാഗത്താണ് അവിടെ വെൻ്റവർത്തിൻ്റെ ഒരു ടീ ഫാക്ടറി ഉള്ളത്. അപ്പോൾ ഫാക്ടറിയുടെ അടുത്തൊക്കെ എത്താനായിട്ടുണ്ട് നമ്മൾ. ഇനിയിപ്പോൾ നമ്മൾ അടുത്തൊരു വ്ളോഗിൽ എന്തായാലും ഈ ഒരു ടീ ഫാക്ടറി ഉൾപ്പെടുത്താൻ പറ്റുകയാണെങ്കിൽ അടുത്ത വ്ളോഗിൽ നമ്മൾ എന്തായാലും ഉൾപ്പെടുത്തും. ഇതിപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് വന്നതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ എടുത്തതെന്നുള്ളൂ കേട്ടോ.
ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ചിലയിടത്തൊക്കെ പെർമിഷൻ ഉണ്ട്. ഇവിടെയൊക്കെ ഇനി പെർമിഷൻ എടുത്തിട്ട് വേണം പോകാൻ. അതിന് പുറമുള്ള ആളുകൾ അലോ ചെയ്യുന്നുണ്ടോ ഇല്ലെന്നൊന്നും അറിയില്ല നമുക്ക്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ വരുമ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽസ് തരാം. അങ്ങനെ നമ്മൾ പന്തലൂർ കഴിഞ്ഞ് ഇനി അടുത്ത് പോകാനുള്ളത് മെയിൻ ടൗൺ എന്ന് പറയുമ്പോൾ ചേരമ്പാടിയാണ്. ഫുള്ള് തേയിലത്തോട്ടവും തേയിലക്കാടുകൾ, അപ്പുറത്ത് ഫോറസ്റ്റ് കണ്ടില്ലേ, രണ്ടും എല്ലാം കൂടി ഇടകലർന്നിട്ടുള്ളൊരു ഏരിയ തന്നെയാണ്. ഏറ്റവും കൂടുതൽ ആനകൾ ഇറങ്ങുന്നൊരു സ്പോട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്തൊക്കെ ഭയങ്കരമായിട്ട് ആന ഇറങ്ങുന്നത്, ഈ ഹിൽസും ഒക്കെ കണ്ടില്ലേ. ഇവിടുന്ന് നല്ല താഴോട്ടുള്ളൊരു കാഴ്ച ഭയങ്കര കേട്ടോ. കാരണം ഇവിടുന്ന് നമ്മൾ കാണുന്നത് അയ്യങ്കൊലി ഭാഗത്തേക്ക് കൊളപ്പള്ളി എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. അവിടെ ഭാഗം ഒരു പ്ലേസിൻ്റെ പേരാട്ടോ കൊളപ്പള്ളി എന്നൊക്കെ പറയും. നമ്മൾ കൊളപ്പള്ളി അപ്പം എന്നൊക്കെ സിനിമയിലൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും കൊളപ്പള്ളി എന്നുള്ളൊരു പേര് ഇവിടെ ഉള്ളൊരു സ്ഥലത്തിനാണ്. ചേട്ടന് ട്രാക്ടറിൽ ഇങ്ങനെ ചപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ അടിച്ചുപൊളിയായിട്ട് പോകട്ടെ. ഇവിടെ ഒരു ഫാക്ടറി ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ഫാക്ടറിയാണ് നമ്മൾ നേരത്തെ കണ്ടിരുന്നത് പന്തലൂർ ഭാഗത്താണ്. ഇതിപ്പോൾ ചേരമ്പാടിക്ക് അടുത്തുള്ള പന്തലൂർ കഴിഞ്ഞിട്ടുള്ളൊരു ഫാക്ടറിയിൽ നിന്നാണ് ഇത് കൊണ്ടുപോകുന്നത് തോന്നുന്നുട്ടോ ഈ ഒരു ചപ്പ്. പിന്നെ അവിടുത്തെ തേയില ഫാക്ടറിയൊക്കെ ഗവൺമെൻറ്, തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലാണ്. ടാൻറ്റി എന്നുള്ളൊരു പേരിലാണ് അറിയപ്പെടുന്നത്. ഇവിടുത്തെ ബസ് സ്റ്റാൻഡൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട്. ചെറിയ ബസ് സ്റ്റാൻഡ്, ഇതൊരു ചെറിയ ഏരിയ കേട്ടോ. ഇതൊരു ചെക്ക് പോസ്റ്റ് എന്നൊക്കെ പറയുന്നൊരു ഏരിയയാണിത്. ഇവിടുത്തെ ഒരു പ്രധാന ഒരു പള്ളി ഉണ്ട് കേട്ടോ, ചെറിയൊരു ചർച്ച്. നമ്മളെ വേളാങ്കണ്ണി മാതാവിൻ്റെ പുറമേ നിന്ന് കുറേ ആളുകളൊക്കെ ഇവിടെ വന്നിങ്ങനെ പോകുന്നങ്ങനെ കാണാത്. ഇവിടുത്തെ ബസ്സും വണ്ടികളൊക്കെ നല്ല സ്ലോവിലും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിലെ KSRTC അണ്ണന്മാരുണ്ടല്ലോ, ഒരുമാതിരി റഫ് ഡ്രൈവിങ് കേട്ടോ. ഇതാണ് ശരിക്കും കേട്ടോ ചെക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞ ഭാഗം ചെറിയൊരു ഏരിയയാണ്. ഇങ്ങോട്ട് ഉള്ളോട്ടൊക്കെ ഏരിയ ഉണ്ട്. ഉള്ളോട്ടൊന്നും പോയിട്ടില്ല. അവിടെ എത്ര ആളുകൾ താമസിക്കേണ്ടതെന്നൊന്നും അറിയില്ല. പക്ഷേ കൊച്ചു ഏരിയ ഉണ്ടല്ലോ. എന്ത് രസമായിട്ടാണ് നോക്കിയാൽ കുന്നുപുറത്ത് ഇങ്ങനെ തേയില ചെടികളിങ്ങനെ കിടക്കുന്നത്. ഇത് വേറൊരു പരിതാപകരമായിട്ടുള്ളൊരു അവസ്ഥ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വരുന്ന കഴിഞ്ഞാൽ ഇത്രയും റോഡ് സൈഡിൽ ഇത്രയും ദാരിദ്ര്യം പിടിച്ചിട്ടുള്ള ആളുകളാണ് ഇവിടെ കഴിയുന്നത്. ഇവർക്കുള്ള വീടുകളും കാര്യങ്ങളൊക്കെ അപ്പുറത്ത് പണിഞ്ഞു കൊടുത്തിട്ടുണ്ടോ എന്നറിയില്ല. കാരണം പഴയ കുറേ കാലമായിട്ട് ഇങ്ങനെ നമ്മൾ പണ്ട് പോകുമ്പോഴും ചെറുപ്പത്തിലൊക്കെ പോകുമ്പോഴും ഇതേ കണ്ടീഷനാണ്, ഇപ്പോഴും ഇതേ കണ്ടീഷനില്ല. ഇവർക്കൊക്കെ ഇനി വീടുണ്ടോ സ്ഥലം ഉണ്ടോ ഉള്ളതൊന്നും അറിയില്ല നമ്മൾ. പക്ഷെ വളരെ ദയനീയമായിട്ടുള്ളൊരു അവസ്ഥയിലാണ് ഈ ഒരു വീട്ടിൽ ആളുകളൊക്കെ കഴിയുന്നത്. കാരണം അത്രയും റോഡ് സൈഡിൽ ആ കുടിയിൽ എന്താ പറയുക, നമ്മളിപ്പോഴും ചില ഭാഗങ്ങൾ തമിഴ്നാട്ടിലൊക്കെ വന്നാൽ കാണാൻ പറ്റുന്ന കണ്ടില്ല, ഒരു ഷെഡും കാര്യങ്ങളൊക്കെയാണിത്. ഇങ്ങനത്തെ ഷെഡിലൊക്കെയാണ് കഴിയുന്നത്. നമ്മളെ നാട്ടിലുണ്ട് ഇതുപോലെ, ഇല്ല എന്നല്ല. പക്ഷെ എന്നാൽ പോലും കൂടുതൽ കാണാൻ പറ്റുന്നത് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട്. ഇതൊരു പന്തലൂരുകാർക്കൊരു സന്തോഷ വിവരമുണ്ട് കേട്ടോ. അവിടെ ചേരമ്പാടി ഭാഗത്ത് ഒരു പെട്രോൾ പങ്കിൻ്റെ ഒരു പണിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇവിടെ പെട്രോൾ അടിക്കാനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. കാരണം നമ്മൾ വടുവഞ്ചാൽ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പന്തലൂരിൽ നിന്ന് അടിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെ നിന്ന് അടിക്കാം, അതൊരു ഗുണമാണ് ഇവിടെ. അങ്ങനെ നമ്മൾ ചേരമ്പാടിയുടെ ഏകദേശം ബോർഡറിലെത്തി, ഏകദേശം ചേരമ്പാടി എത്തിയെന്ന് തന്നെ പറയാം. ഇവിടെ നിന്നാണ് നമ്മൾ എരുമാടിലേക്ക് താളൂർ ഭാഗത്തൊക്കെ പോകുന്നത് കേട്ടോ. ആ കുന്നുപുറത്തൊക്കെ വീടുകളാണ്. അങ്ങനെ ഏകദേശം നമ്മൾ ചേരമ്പാടി എത്തി. ചേരമ്പാടിയും ഇതേപോലെ ഒരു കൊച്ചു ടൗണാണ്. ശരിക്കും ബസ്സൊന്നും തിരിക്കാനുള്ളൊരു പ്ലേസില്ല. അവിടെ പോയിട്ട് ഇങ്ങനെ ചുറ്റി കറങ്ങി തിരിച്ചു വരിക എന്നുള്ളൂ. അവിടെ കാണുന്നൊരു മുസ്ലിം പള്ളിയാണിത്, റോഡ് സൈഡിൽ തന്നെ കേട്ടോ. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ അമ്പലം കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് ചേരമ്പാടി ടൗണ്. ചേരമ്പാടി ടൗണ് കഴിഞ്ഞിട്ടുള്ള കുറച്ച് വ്യൂ പോയിൻ്റ് ഉണ്ട്. അതൊരു മാരക വ്യൂ പോയിൻ്റ് കേട്ടോ. കാരണം നമുക്ക് ആ കാഴ്ചകളിൽ ഉടനീളം രണ്ട് സൈഡും കാണാം നമുക്ക്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. രണ്ട് സൈഡും ഇങ്ങനെ ചുറ്റിലും ഇങ്ങനെ തേയിലത്തോട്ടങ്ങളും കുന്നുകളും. പിന്നെ ഇവിടുത്തെ തേയില എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെച്ചിട്ടുള്ളൊരു ചിലയിടത്ത് ഇങ്ങനെ കുണ്ടും കുഴിയൊക്കെ ആയിട്ടായിരിക്കും ഉണ്ടാകുക. പക്ഷെ ഇവിടെ കാരണം ഈ ഒരു തേയിലേൻ്റെ ഒരു കിടപ്പുണ്ടല്ലോ, അത് നല്ല രസമാണത്. ആ കുന്നുകൾ ഇങ്ങനെ സറൗണ്ടിങ് ചെയ്തിട്ടുള്ള ഒരു ഇതൊക്കെ ആയിട്ട്. ബസ്സിലെ തൂങ്ങി പിടിച്ചുള്ള യാത്രയെ കുറിച്ച് അവിടെ ഒരു ബോർഡ് കാണുന്നത് കേട്ടോ. തമിഴ്നാട്ടിൽ സ്ഥിരമുള്ളതാണത്, തൂങ്ങി പിടിച്ച് യാത്ര ചെയ്യുന്നത് സ്കൂൾ കോളേജ് പിള്ളേരൊക്കെ. അപ്പോൾ എന്തായാലും നല്ലൊരു യാത്രയായിരുന്നു. വെറുതെ നമ്മൾ പോയതാട്ടോ, പക്ഷേ ഒരു അടിപൊളി യാത്രയാണത്. നല്ല റൂട്ട് കണ്ടില്ല. ഈ ഒരു വിഷ്വൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏകദേശം എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അങ്ങനെ നമ്മൾ ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഏകദേശം വടുവഞ്ചാൽ ഭാഗത്തേക്ക് എത്താനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. അങ്ങനെ വടുവഞ്ചാലെത്തി.
വടുവഞ്ചാൽ നമ്മൾ അവിടുത്തെ ടൗണുകളൊക്കെ കഴിഞ്ഞാൽ പിന്നെ വടുവഞ്ചാലാണ് കുറച്ച് കുഴപ്പമില്ലാത്തൊരു ടൗൺ എന്ന് പറയാം. പക്ഷെ എന്നാലും വടുവഞ്ചാൽ ചെറുത് തന്നെ കേട്ടോ. നമ്മൾ വലിയൊരു ഇത് പറയാൻ പറ്റില്ല, ചെറിയ കൊച്ചു ടൗൺ തന്നെയാണ് വടുവഞ്ചാൽ. പക്ഷേ എന്തിനും ഏതിനും കൂടുതൽ വടുവഞ്ചാൽ ബെറ്ററാണത്. വടുവഞ്ചാലിലൊരു പള്ളി, ക്രിസ്ത്യൻ പള്ളി കേട്ടോ. നമ്മുടെ അവിടെ വീണ്ടും ഒരു പള്ളി. അങ്ങനെ നമ്മൾ വടുവഞ്ചാൽ കഴിഞ്ഞ് പാടിവേൽ ഭാഗത്തേക്ക് എത്തി. ഇവിടുന്ന് കുറേ ആളുകൾ കുറേ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടൊരു ഹിറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ